Law of conservation of linear momentum proof ആണ്. Law of conservation of linear momentum ഓർക്കുക. In the absence of any external force, the total momentum is a constant. ഇതാണ് നമ്മുടെ law of conservation of linear momentum. Proof based on second law നമ്മൾ പഠിച്ചു. The proof based on third law ആണ്. Third law നമുക്കറിയാം, to every action there is an equal and opposite reaction. അല്ലെങ്കിൽ FAB is equal to minus of FBA. ഓർക്കുന്നുണ്ടല്ലോ? ഇതാണ് നമുക്കിതിൽ നിന്ന് ഡിറൈവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇമാജിൻ ടു ബോഡീസ് A and B of mass m1 and m2 moving with velocities u1 and u2. In a short interval of time, let it collide with each other. രണ്ടും തമ്മിലൊന്ന് കൂട്ടിമുട്ടി സ്ട്രേറ്റ് ലൈനിൽ മൂവ് ചെയ്യുകയായിരുന്നു. ഏതോ ഒരു സമയം ഡെൽറ്റ ടിയിൽ സപ്പോസ് ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ. ആഫ്റ്റർ കൊളിഷൻ let they move with velocities v1 and v2. മാസിന് ചേഞ്ച് ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. m1 ആൻഡ് m2 നമ്മൾ ഫൈനൽ വെലോസിറ്റിയെ v വെച്ചാണ് ഡിനോട്ട് ചെയ്യാൻ പഠിച്ചേക്കുന്നത്, ഇനിഷ്യൽ വെലോസിറ്റി u. അപ്പോൾ ഈ ബിഫോർ കൊളിഷനിലെല്ലാം u വെച്ച് കൊടുത്തു, ആഫ്റ്റർ കൊളിഷനിലെല്ലാം v വെച്ച് കൊടുത്തു. ഇത് ഇത്രയും കൊളിഷന് മുമ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ആഫ്റ്റർ കൊളിഷൻ. അപ്പോൾ എ ബിയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമല്ലോ, ആ ഫോഴ്സ് ബിയിൽ മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാവും. നമുക്കൊന്ന് എഴുതി നോക്കാം. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി, നമ്മൾ FBA എന്ന് പഠിച്ചായിരുന്നു. ഫോഴ്സ് ഓൺ ബി ബൈ എ, അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഓൺ ബി കോസസ് എ ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ബി ആണല്ലോ. ചേഞ്ച് ഇൻ മൊമെന്റം ഓൺ ബി, മൊമെന്റത്തിന്റെ ചേഞ്ച് ബിയിലേത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പറയുക? ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനിഷ്യൽ മൊമെന്റം. ബിയുടെ മൊമെന്റം നമുക്ക് എങ്ങനെ എഴുതാം? ബിയുടെ മൊമെന്റം ഫൈനൽ മൊമെന്റം എന്ന് പറയുന്നത് m2 v2, ഇനിഷ്യൽ മൊമെന്റം എന്ന് പറയുന്നത് m1 v1. സോ ചേഞ്ച് ഇൻ മൊമെന്റം ഇസ് ഈക്വൽ ടു m2 v2 മൈനസ് m2 v1. അപ്പം നമുക്കതിനെ ഒന്ന് എഴുതാം. FBA ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം, m2 കോമൺ ആണ്, ഫൈനൽ വെലോസിറ്റി മൈനസ് m2ന്റെ ഇനീഷ്യൽ വെലോസിറ്റി u2 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി u2. ലൈക്ക് ദാറ്റ് അത് ബൈ ടൈം ഉണ്ട് അല്ലേ? ചേഞ്ച് ഇൻ മൊമെന്റം വിത്ത് റെസ്പെക്ട് ടു ടൈം ഉണ്ട്. ഓക്കെ, ഈ സമയത്ത് ഇത് ആക്ഷൻ എന്ന് വിളിക്കാമെങ്കിൽ ഇത് തിരിച്ച് ഒരു റിയാക്ഷൻ ഉണ്ടാവും അല്ലേ? തിരിച്ചൊരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബി എയിൽ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ബി എയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് FAB, ഫോഴ്സ് ഓൺ എ ബൈ ബി is equal to change in momentum of A, dPA by dt. ചേഞ്ച് ഇൻ മൊമെന്റം നമുക്ക് എങ്ങനെ എഴുതാം? That is equal to m1 into v1 minus u1 by delta t. Okay, by Newton's third law നമ്മൾ പഠിച്ചിട്ടുണ്ട് FAB is equal to minus of FBA. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് എഴുതി നോക്കാം. m2 into v2 minus u2 by delta t is equal to minus of m1 into v1 minus u1 by delta t. രണ്ട് സൈഡിലും ഡെൽറ്റ ടി കോമൺ ആയിട്ടുണ്ട്, അത് നമുക്കങ്ങ് ക്യാൻസൽ ആക്കി കളയാം. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. m2 അകത്തോട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുന്നു, മൈനസ് m1 അകത്തോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുന്നു. കൊടുത്തു വരുമ്പോൾ നമുക്ക് കിട്ടും m2 v2 മൈനസ് m2 u2 is equal to minus m1 v1 plus m1 u1. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കേ. m1 v1 plus m2 v2 is equal to m1 u1 plus m2 u2. ഇതെന്ന് പറയുന്നത് v1 v2 ഫൈനൽ വെലോസിറ്റി അല്ലേ? m1 m2 എയുടെയും ബിയുടെയും മാസ്. ഇത് മൊമെന്റം ഓഫ്
A after collision. ഇത് momentum of B after collision. That is momentum, total momentum after collision ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയേ, m1u1 എന്ന് പറയുന്നത് മൊമെൻറ്റം ബിഫോർ കൊളിഷൻ എയുടേത്, ഇത് മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ബിയുടേത്. സോ യു ക്യാൻ സേ റൈറ്റ് ഹാൻഡ് സൈഡ് ഇസ് ദ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളിഷൻ. സോ ആൻസറിലെത്തി നമ്മൾ. മൊമെൻറ്റം ബിഫോർ കൊളിഷൻ ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ആഫ്റ്റർ കൊളിഷൻ. മനസ്സിലായോ? തേർഡ് ലോ വെച്ചിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ പ്രൂഫാണ് പറഞ്ഞത്. ഓക്കെ.